ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ ഈ പഴയ സാരി വെച്ചിട്ട് ഒരു കഫ്താൻ മോഡൽ ഓണത്തിന് വേണ്ടി ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കഫ്താൻ മോഡലാണ്. അത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ലൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു 3 മീറ്റർ അല്ലെങ്കിൽ 2.5 മീറ്റർ നമുക്ക് സ്ലീവ് ആവശ്യമില്ല. അതുകൊണ്ട് 2 മീറ്റർ ആയാലും മതി. നമ്മുടെ കഫ്താൻ്റെ ലെങ്ത്ത് എത്ര വേണം എന്നതനുസരിച്ചാണ് നമ്മൾ ക്ലോത്ത് എടുക്കുന്നത്. ക്ലോത്ത് 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ ഒരു ടോപ്പ് കട്ട് ചെയ്തെടുക്കുന്നത് അതേ പ്രൊസീജിയറിൽ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ലൈനിങ്ങും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ലൈനിങ് കട്ട് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയാമല്ലോ ഒരു ടോപ്പ് കട്ട് ചെയ്യുന്നത് വിത്തൗട്ട് സ്ലീവ്. അതുപോലെ തന്നെയാണ് ഈ പോർഷനും നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ആർക്കെങ്കിലും ടോപ്പ് കട്ട് ചെയ്യാൻ അറിയില്ല എങ്കിൽ എൻ്റെ ചാനലിൽ ടോപ്പ് കട്ടിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. സെയിം അതേ മെഷർമെൻറ്റിൽ ചേഞ്ചസ്, നിങ്ങളുടെ മെഷർമെൻറ്റിൻ്റെ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ടോപ്പ് കട്ട് ചെയ്യാൻ പഠിക്കാം. അപ്പം ഞാനിവിടെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്ലീവിന് ലൈനിങ് ആവശ്യമില്ല. അല്ലെങ്കിലും കഫ്താനായാലും സ്ലീവിന് ലൈനിങ് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പോർഷനിൽ സ്ലിറ്റ് ആഡ് ചെയ്തിട്ടും അല്ല എലൈനായിട്ടും കൊടുക്കാം. 2 രീതിയിലും നമുക്ക് ഇന്നർ നമ്മുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എലൈൻ ആയിട്ടാണ് ഇന്നർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഫ്രണ്ട് നെക്ക് വി നെക്കും ബാക്ക് നെക്ക് റൗണ്ട് നെക്കുമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് 2 റൗണ്ട് വേണമെങ്കിൽ 2 റൗണ്ട് എടുക്കാം. ഇല്ല ഒന്ന് വി മതിയെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കാവുന്നതാണ്. നെക്കിൻ്റെ ചേഞ്ചസിലൊന്നും യാതൊരു കുഴപ്പവും കഫ്താനിൽ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ലൈനിങ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോത്ത് എങ്ങനെയാണ് മടക്കി കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മുടെ മെയിൻ ക്ലോത്ത് ആണെന്ന് വിചാരിക്കുക. ഞാനൊരു പാറ്റേൺ പേപ്പറിൽ നിങ്ങൾക്ക് പാറ്റേൺ കാണിച്ചു തരാണ്. ഇത് നമ്മുടെ മെയിൻ ക്ലോത്ത് ആണെങ്കിൽ ഇതുപോലെ സെൻറ്ററിൽ കൂടി നീളത്തിൽ 2ആയിട്ട് മടക്കുക. അതിനുശേഷം വീണ്ടും ഇതിനെ 2ആയിട്ട് മടക്കണം. നീളത്തിൽ തന്നെ നമുക്ക് ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അടഞ്ഞിരിക്കുന്ന ഭാഗം നമ്മളെ ഫേസ് ചെയ്തും തുറന്നിരിക്കുന്ന ഭാഗം റോങ് സൈഡ് പ്ലേസ് ചെയ്തുമാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണോ ടോപ്പിന് ലെങ്ത്ത് വേണ്ടത് അതൊന്ന് മെഷർ ചെയ്ത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ലൈനിങ് എപ്പോഴും നമ്മുടെ മെയിൻ ക്ലോത്തിനേക്കാളും ഒരു 2-3 ഇഞ്ച് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് മെയിൻ ക്ലോത്തിന് നീളം വേണമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നീളം ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് പീസ് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഫാബ്രിക്കിലോട്ട് വെച്ചിട്ട് അങ്ങനെ ഒരു 1/2 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ആം ഹോളിൻ്റെ സൈഡിൽ കൂടിയും നമ്മുടെ താഴത്തെ നീളം വരെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരെ നമ്മളൊരു ലൈൻ പോലെ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഭാഗം മുതലാണ് നമുക്ക് കഫ്താൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. വേറെ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിങ് വരുന്നില്ല. ഈ ഭാഗം ഞാനിപ്പോൾ ഇങ്ങനെ സിക്സാഗ് വരയ്ക്കുന്ന ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അല്ലാതെ നമുക്ക് വേറെ ഷോൾഡറോ ഒന്നും സ്റ്റിച്ച് ചെയ്യാനില്ല. അതിനുശേഷം നമ്മൾ നമ്മുടെ നെക്ക് വിട്ട് മാർക്ക് ചെയ്ത് നമ്മൾ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തു, ബാക്ക് നെക്ക് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് നെക്ക് വി ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ഈ പോർഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നെക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കഫ്താനിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. അപ്പം നമ്മൾ 2ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് തന്നെയാണ് നമ്മൾ ബാക്ക് നെക്ക് വെട്ടുന്നത്. പക്ഷേ നമ്മൾ ഫ്രണ്ട് നെക്ക് വെട്ടുമ്പോൾ നമുക്ക് മടക്കിയിട്ട് വെക്കാൻ പാടില്ല. നമ്മളിതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ ഫ്രണ്ട് നെക്ക് വെട്ടാൻ പാടുള്ളൂ. തുണിയിലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. പാറ്റേൺ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ശേഷം നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ തുണിയിൽ ചെയ്ത് നോക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്ക് നെക്കും ഇത്, ഫ്രണ്ട് നെക്ക് അത്.
ഇനി നമുക്ക് ഓപ്പൺ ചെയ്തൊന്നിട്ട് നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കഫ്താൻ ദേ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ സിക്സാഗ് ചെയ്തിട്ടുള്ള ഈ പോർഷനുകൾ രണ്ടിലും നമുക്ക് സ്റ്റിച്ച് വരും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് വരുന്ന ഭാഗമാണ് പിന്നെ നെക്കിൻ്റെ സൈഡുമാണ് നമുക്ക് സ്റ്റിച്ച് വരുന്നത്. അല്ല സ്ലീവ് എല്ലാം ഇപ്പോൾ ഞാൻ വരച്ച പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെയാണ് നമുക്ക് കഫ്താനിൽ വരുന്നത്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ സ്റ്റിച്ചിങ് വരും. അതുപോലെ സൈഡ് 2 സ്ഥലത്തും സ്റ്റിച്ചിങ് വരും. അതും സൈഡിൽ വരുന്ന സ്റ്റിച്ചിങ് നമ്മുടെ നല്ല വശത്താണ് സ്റ്റിച്ചിങ് വരുന്നത്. നമ്മൾ എന്ത് തയ്ച്ചാലും നമ്മൾ റോങ് സൈഡിലല്ലേ സ്റ്റിച്ച് കൊടുക്കാറുള്ളത്. പക്ഷേ കഫ്താൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഏത് സൈഡാണോ നല്ല സൈഡ് ആ വശത്തായിരിക്കും നമ്മുടെ 2 സൈഡിലും സ്റ്റിച്ച് വരുന്നത്. ഇനി നമുക്ക് ക്ലോത്ത് എടുക്കാം. ക്ലോത്ത് എടുത്തതിന് ശേഷം ഞാൻ ഈ കാണിച്ച പ്രൊസീജിയേഴ്സ് അതുപോലെ തന്നെ നമ്മൾ ക്ലോത്തിൽ ചെയ്യുകയാണ്. നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് മെറ്റീരിയൽ ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് ലൈനിങ്ങിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് മാത്രം കൂടുതലിട്ട് നമ്മൾ മെയിൻ പീസ് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ലൈനിങ് വെച്ച് തന്നെ ഞാൻ ലൈനിങ്ങിൽ തന്നെ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളും ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം വയ്ക്കുവാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിൽ നെക്കിൻ്റെ മെഷർമെൻറ്റ് ലൈനിങ്ങിൻ്റെ മെഷർമെൻറ്റ് സെയിം ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഫ്രണ്ട് നെക്ക് വി നെക്ക് ഞാൻ ഷേപ്പ് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൗണ്ട് നെക്കും ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നെക്ക് മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ ഇത് നമ്മൾ നെക്കെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കഫ്താൻ്റെ ലുക്ക് ഏകദേശം വരുന്നത് ഇങ്ങനെയാണ്. കണ്ടില്ലേ, നമ്മുടെ ഫ്രണ്ട് നെക്ക് ഒരു വി ഷേപ്പിലും ബാക്ക് നെക്ക് റൗണ്ട് ഷേപ്പിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇത് പ്ലെയിനായിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ പെയിൻറ്റിങ് ചെയ്യാമെന്നാണെന്ന് ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ലോട്ടസ് ഡിസൈനാണ് ഇതിനകത്ത് പെയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ നമ്മുടെ ലോട്ടസ് ഡിസൈൻ ഒന്ന് ഫ്രീ ഹാൻഡായിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയത്തില്ല എങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ നെറ്റിൽ ലോട്ടസിൻ്റെ ഡിസൈൻ അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമ്മൾ വലുപ്പത്തിൽ നമുക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അങ്ങനെ ഒന്ന് പ്രിൻ്റ് എടുത്തതിന് ശേഷം നമുക്ക് ട്രേസിങ് ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതിലോട്ട് ഡ്രോ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ലോട്ടസ് ഡിസൈൻ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ലോട്ടസ് ഡിസൈൻ അതിൻ്റെ പിന്നെ ലീഫും വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിനി ഇത് വരച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ വരയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് നമ്മുടെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ലോട്ടസിനാണ് ആദ്യമേ പെയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു പിങ്ക് ഷെയ്ഡും പിന്നെ കുറച്ച് വൈറ്റ് ഷെയ്ഡും കൂടെ ആണ് എടുത്തേക്കുന്നത്. ആദ്യമേ നമുക്ക് പിങ്ക് ഷെയ്ഡ് കിട്ടാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ നമുക്ക് റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ഒരു പിങ്ക് ഷെയ്ഡാക്കി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യമേ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിങ്ക് ആക്കാൻ വേണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ പിങ്ക് ഷെയ്ഡ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പിങ്ക് കൊണ്ട് തന്നെ നമ്മൾ ഔട്ട്ലൈൻ ഒന്ന് കൊടുക്കുകയാണ്. ഔട്ട്ലൈൻ കുറച്ച് കട്ടിക്ക് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം അതിനകത്ത് വൈറ്റ് ഫില്ല് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലോട്ടസിൻ്റെ ഒരു കളറ് കിട്ടും. ആ ഒരു ഷേപ്പും എല്ലാം പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഓരോ ഇതളുകളായിട്ട് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ദേ ഞാൻ ഇവിടെ പിങ്ക് എടുത്തുകൊണ്ട് തന്നെ ബ്രഷിൽ പിങ്ക് ആയതുകൊണ്ട് നമ്മൾ പിങ്ക് വരയ്ക്കേണ്ട എല്ലാ ഭാഗത്തും നമ്മളത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ബ്രഷ് ഇടയ്ക്കിടയ്ക്ക് കഴുകേണ്ടി വരത്തില്ലേ. അതുകൊണ്ട് പിങ്ക് എവിടേക്ക് അടിക്കണോ ആ ഭാഗത്തെല്ലാം ഞാനിങ്ങനെ പിങ്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് വെള്ളയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ പിങ്ക് അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പിങ്ക് കൊണ്ട് തന്നെ ചെറുതായിട്ട് ഒന്ന് ലീഫൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഇതേ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഫ്ലവറിൻ്റെയും ലീഫുകളിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഭാഗങ്ങളിൽ നമുക്ക് വൈറ്റും കൂടെ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലോട്ടസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റ് അടിച്ചു കൊടുക്കാം. വൈറ്റ് ചെറുതായിട്ടൊന്ന് എടുത്ത് സ്പ്രെഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നമ്മുടെ ആ റെഡ് കളറ് വൈറ്റും കൂടെ ചേർന്ന് നമുക്കൊരു ലോട്ടസിൻ്റെ കളറായിട്ടുള്ള ഒരു ചെറിയൊരു പിങ്ക് നമുക്ക് കിട്ടും. ഒരുപാട് വൈറ്റ് എടുത്ത് അങ്ങ് ഒരുപാട് അടിച്ചു കൊടുക്കണ്ട. ഒരു ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിന് ശേഷം നമ്മൾ ബ്രഷ് മുകളിലോട്ടും താഴോട്ടും നീക്കി കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ നമ്മുടെ ലോട്ടസിൻ്റെ എല്ലാ ലോട്ടസിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോട്ടസിൻ്റെ മുട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്, അതും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ലോട്ടസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ലീഫിലോട്ട് കടക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ലോട്ടസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് കളർ ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ ലീഫിന് അടിച്ചു കൊടുക്കുന്നത് യെല്ലോ കളറാണ്. യെല്ലോ കൊണ്ട് ജസ്റ്റ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ യെല്ലോ കുറച്ചേറെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ യെല്ലോയുടെ പുറത്താണ് നമ്മൾ ഗ്രീൻ അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ലീഫിൻ്റെ കളർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇനി ഗ്രീൻ അടിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ്. ഗ്രീനും ജസ്റ്റ് കുറച്ച് മാത്രം എടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് ഗ്രീൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ യെല്ലോ കളറ് നമുക്ക് മാഞ്ഞു പോകും. നമുക്ക് ഗ്രീൻ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രം ഗ്രീൻ എടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ബ്രഷിൽ നിന്ന് നമ്മുടെ കളറ് പോയി കഴിഞ്ഞിട്ട് മാത്രം വീണ്ടും ഗ്രീൻ എടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ കണ്ടില്ലേ നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ലീഫിന്. ഈ കളറ് മുഴുവനായിട്ട് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ ലീഫ് കിട്ടും. അപ്പോൾ അതേ നമ്മുടെ ലീഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സ്റ്റെമ്മും കൂടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ബ്ലാക്ക് ഉപയോഗിച്ച് നമ്മൾ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ മെയിൻ സെൻറ്ററിൽ ഇങ്ങനെ വലിയൊരു ലോട്ടസിൻ്റെ ഡിസൈനും സൈഡിൽ ചെറുതായിട്ട് മുട്ടുകൾ മാത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ലൈനിങ്ങിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ലൈനിങ്ങിൻ്റെ ബാക്കും ഫ്രണ്ടും നമ്മൾ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കഫ്താൻ്റെ മെയിൻ ക്ലോത്ത് നമ്മളിപ്പം പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത മെയിൻ ക്ലോത്ത് നമ്മൾ ഇതുപോലെ ഞാൻ പിടിച്ചിരിക്കുന്ന പോലെ എങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ലൈനിങ്ങിൻ്റെ നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിട്ടില്ലേ നമ്മുടെ ഷോൾഡറുകൾ തമ്മിൽ, അതിൻ്റെ റോങ് സൈഡ് നമ്മൾ ഇതുപോലെ നമ്മുടെ കഫ്താൻ്റെ ഈ ഭാഗത്ത് ഷോൾഡറിലോട്ട് പിടിച്ചിട്ട് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നെക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചപ്പോൾ നല്ല ഉള്ളിലേക്ക് നമ്മൾ കടത്തി വിട്ട് ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ നെക്ക് ഫിനിഷ്
നമുക്ക് വേറെ എവിടെയും സ്റ്റിച്ചിങ് ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് നെക്കിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒന്ന് ബാക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതായത് സ്റ്റിച്ചിൽ തന്നെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫ്രണ്ട് വശത്തുകൂടി ഒന്നും കൂടി ഒന്ന് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് ശേഷം നമ്മൾ നെക്ക് നമ്മുടെ ലൈനിങ് മാത്രം ഉള്ളിലേക്ക് ലൈനിങ്ങിൻ്റെ ലൈനിങ് അകത്തോടെ തന്നെ എടുത്തിട്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് താഴത്തെ ഭാഗം നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. ലൈനിങ്ങിൻ്റെ ഇതുപോലെ നമ്മൾ താഴത്തെ ഭാഗം കൂടി ലൈനിങ്ങിൻ്റെ മടക്കി അടിച്ചതിന് ലൈനിങ് നമ്മുടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഫ്താനിൽ സ്റ്റിച്ച് വരുന്നത് നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ടാണ് നമുക്ക് സ്റ്റിച്ച് വരുന്നത്. അത് നമുക്ക് വെളിയിൽ കൂടെ തന്നെയുള്ള സ്റ്റിച്ചാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കഫ്താൻ നേരെ ഇട്ടതിന് ശേഷം ലൈനിങ് ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ ലൈനിങ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് കഫ്താൻ്റെ സൈഡിൽ കൂടി ആം ഹോളിൻ്റെ താഴത്തുനിന്ന് സൈഡിൽ കൂടി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എ ലൈൻ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിങ്ങനെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒരു ലോട്ടസിൻ്റെ ഡിസൈൻ നമ്മളതിനകത്ത് ബ്ലേഡും വെച്ച് ചെത്തിയെടുത്തതിന് ശേഷം നമ്മുടെ പെയിൻറ്റിൽ മുക്കി ഞാൻ സൈഡിൽ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും നമ്മുടെ സ്ലീവിൻ്റെ തുടിഞ്ഞ് കിടക്കുന്ന ഭാഗത്തോട്ട് നമ്മളിങ്ങനെ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചെയ്യുകയാണ്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ലോട്ടസ് ഡിസൈൻ ഒരേ വലുപ്പത്തിൽ എല്ലാ സ്ഥലത്തും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ കഫ്താൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മുടെ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ലോട്ടസൊക്കെ നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും നിങ്ങളാണ് ബാക്കി പറയേണ്ടത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർക്ക് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കഫ്താൻ വിത്ത് ലൈനിങ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്.